ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യുവർസ്കയുടെ ബാക്കി കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ കാണിക്കുന്നത് ടീറാക്കാണെങ്കിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് അച്ഛൻ വരുന്നുണ്ട്. അച്ഛനെ കണ്ടിട്ട് അവൻ പറയുകയാണ്, അച്ഛൻ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി ഇവനെ സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ടോയ് എടുത്ത് കാണിക്കുന്നു. അത് കേട്ട് അച്ഛൻ പറയുന്നു, അത് വലിയ കാര്യമൊന്നുമല്ല, നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് പറ, അത് ഞാൻ നിനക്ക് തരാമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അത് വേണ്ട, എനിക്ക് ആ പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, എനിക്ക് ജസ്റ്റ് അച്ഛൻ്റെ ഒരു ഹെൽപ്പ് വേണം, വിറ്റങ്കിളിനോട് സംസാരിക്കുമോ ഇതിനെപ്പറ്റിയെന്ന്. അത് കേട്ട് അച്ഛൻ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നിനക്ക് എന്താവശ്യത്തിനാണ് ഇപ്പോൾ ഈ പണമെന്ന്. അത് കേട്ട ടീറാക്ക് ഒരു കള്ളച്ചിരി ചിരിച്ചിട്ട് അത് പിന്നെ ഫാക്ക് ഗ്രാജുവേഷൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെന്ന് പറയുന്നു. ഇത് കേട്ട അച്ഛനാണെങ്കിൽ, എന്തായാലും നീ ഫാക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾക്കും വാങ്ങിച്ചു തരണമെന്ന്. അത് കേട്ട് അവൻ പറയുന്നു, അങ്ങനെ വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലല്ലോ എന്ന്. അപ്പം അച്ഛനാണെങ്കിൽ കളിക്ക് പറയുന്നു, നീ എന്തായാലും വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ. എന്നിട്ട് അച്ഛനാണെങ്കിൽ ആ അങ്കിളിനെ വിളിക്കുകയാണ്. അപ്പം ടീറാക്കാണെങ്കിൽ അച്ഛനോട് താങ്ക്സ് പറയുന്നു. അപ്പം അച്ഛൻ പറയുന്നു, നിൻ്റെ ഇഷ്ടം എന്താണോ അതിന് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പം ടീറാക്കാണെങ്കിൽ ഐ ലവ് യു അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഹഗ് ചെയ്യുന്നു. ഈ സമയം തന്നെ ആ അങ്കിൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിറ്റേന്നവൻ ലിയോ ആയിട്ട് ടോയ് സെല്ല് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പം ലീ പറയുന്നുണ്ട്, ടോയൊക്കെ വിറ്റ് വലിയ ആളാകുമ്പോൾ എന്നെ മറന്നു കളയല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനങ്ങനെ മറക്കൊന്നും ഇല്ലെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ ഫാക്ക് ഗ്രാജുവേഷൻ ഗിഫ്റ്റ് വാങ്ങാനാണ് അവൻ പൈസ സേവ് ചെയ്യുന്നതെന്നും ലിയോട് പറയണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി അവൻ ഒരുപാട് തിങ്സ് വാങ്ങി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും അവന് വേണ്ടി കൊടുക്കണം, അതുപോലെ ഞാൻ അവനെ സർപ്രൈസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ലീക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ഫായും ടീറാക്കും ഒരു കഫേയിലേക്ക് പോകുമ്പോൾ ടീറാക്കിൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നു. അവനെ കണ്ടിട്ട് അവരാണെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറയുന്നു. ആദ്യം അവൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ സമയം നോ എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ ഫാ ആരാണെന്ന് കണ്ണ് കാണിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഫായോട് അവൻ പറയുന്നുണ്ട്, ഫാ ഞാൻ നിന്നോട് പറയാനായിട്ട് മറന്നുപോയി, ഇത് നോ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്, നീ ഇവരെ ന്യൂ ഇയർ പാർട്ടിക്ക് കണ്ടു കാണും, ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ഫായ്ക്കാണെങ്കിൽ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. എന്നാലും അവർ ഹായ് കാണിക്കുമ്പോൾ അവനും തിരിച്ച് ഹായ് പറയുന്നുണ്ട്. കഴിക്കാതിരിക്കുന്ന സമയത്ത് ാണെങ്കിൽ നല്ല അൺകംഫർട്ടബിൾ ആണ്, കാരണം അവരെ ആരെ അറിയത്തില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവനാണെങ്കിൽ ടീറാക്കിൻ്റെ മുമ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ടീറാക്കിൻ്റെ ഫ്രണ്ടായ ഇന്നാണെങ്കിൽ ടീറാക്കിനെ ഭയങ്കര കെയറിങ് ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇത് കാണുന്ന ഫാക്കാണെങ്കിൽ സഹിക്കുന്നില്ല. അപ്പോൾ അതിൽ നോ എന്ന് പറയുന്ന പയ്യൻ ഇന്നിനോട് ചോദിക്കുന്നുണ്ട്, നീ ടീറാക്കിന് മാത്രമേ ഫുഡ് കൊടുക്കോളോ, എടുത്ത് എനിക്കിവിടെ എടുത്തു തരാം. ഇത് കേട്ട ഇന്ന് പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. എന്നിട്ട് ഫായാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എപ്പോഴാണ് ഫ്രണ്ട്സ് ആയതെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അത് പിന്നെ ഫ്രഷേഴ്സ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരേ ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അപ്പോഴാണ് ഫ്രണ്ട്സ് ആയതെന്ന്. അപ്പോൾ ഇന്നിൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് ടീറാക്ക് ചോദിക്കുന്നു. ഇന്നിൻ്റെ ഡ്രീം ഇപ്പോൾ ട്രൂ ആയില്ലേ, എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് അതറിഞ്ഞതിലെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് തന്നെ നോക്കിയാണ്. ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് ഇന്ന് പറയുന്നുണ്ട്, ആക്ച്വലി അതിൻ്റെ കാരണം നീയും കൂടിയാണ്, കാരണം നീയും എന്നെ ചിയർ ചെയ്തിരുന്നു, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഗീവ് അപ്പ് ചെയ്തേനെ എന്ന്. ഫായാണെങ്കിൽ ടീറാക്ക് നോക്കുമ്പോൾ മാത്രം അവൻ്റെ ടെൻഷൻ എങ്ങനെയൊക്കെ ഹൈഡ് ചെയ്തിട്ട് ചിരിക്കുകയാണ്. പിന്നെ ഇന്നും ഫായും ആണെങ്കിൽ ടീറാക്ക് ജ്യൂസ് കുടിക്കുന്നത് കണ്ടിട്ട് ആ ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കുകയാണ്. ആ ജ്യൂസ് കുടിച്ച് തീരുമ്പോഴത്തേക്കും ഗ്ലാസ് ഫില്ല് ചെയ്തിട്ട് വരാനായിട്ടാണ്. അങ്ങനെ നോക്കി അവസാനം അവൻ കുടിച്ചു തീരുന്ന സമയത്ത് രണ്ടുപേരും ഗ്ലാസ്സിൽ കൈവയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കൈവയ്ക്കുന്നത് ഫാ ആയതുകൊണ്ട് തന്നെ അവൻ പോയി ഫില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇവൻ പോകുന്നത് കണ്ടിട്ട് ഇന്നാണെങ്കിൽ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ടീറാക്കിൻ്റെ ലിപ്പിൽ പറ്റിയിരിക്കുന്ന സോസ് തുടച്ച് തരാമെന്ന് പറഞ്ഞ് ഇന്നാണെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം പെട്ടെന്ന് വാ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാനതിന് സമ്മതിക്കില്ലടാ എന്ന രീതിയിൽ പെട്ടെന്ന് അവിടെ ജ്യൂസ് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് ടീറാക്ക് നിൻ്റെ ചുണ്ടിൽ സോസ് എന്ന് പറഞ്ഞിട്ട് അത് തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സോസ് ഓർഡർ ചെയ്യാനും അതുപോലെ ഫുഡ് ഓർഡർ ചെയ്യാനും എല്ലാത്തിനും മത്സരമാണ്. അതുകൂടാതെ ഫുഡ് കോരി കൊടുക്കാൻ സഹിതം മത്സരിക്കുകയാണ്. അവസാനം ഇന്ന് തന്നെ അത് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഫുഡ് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ടീറാക്ക് പറയുന്നു, നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ലെന്ന്. അത് കേട്ട് മിണ്ടാതിരിക്കാതെ ചിരിച്ച് കളിച്ച് ഇന്നിനെ ഒരു നോട്ടം നോക്കിയിട്ട് ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ വായിലെ ഫുഡ് വെച്ച് കൊടുക്കുകയാണ്. ഇന്നിൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് അവൻ ഇത് മനഃപൂർവ്വം ഫായ ജലസാക്കാനായിട്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അതിനുശേഷം ഇന്ന് ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ, നമുക്ക് പോയി എടുത്താലോ എന്ന്. ടീറാക്ക് ഇപ്പം നോ പറയുമെന്നാണ് ഫാ കരുതുന്നത്. പക്ഷെ അവൻ കരുതിയതുപോലെയൊന്നുമല്ല. ടീറാക്ക് ശരിയെന്ന് പറഞ്ഞിട്ട് ഇന്നിനോടൊപ്പം പോവുകയാണ്. ഫായാണെങ്കിൽ ഒരുമാതിരിയാണ് പിന്നെ ഇരിക്കുന്നത്. അപ്പം നോ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടേന്ന്. അപ്പോൾ ഫാ പറയുന്നു, ഞാനൊരു സ്വീറ്റിൻ്റെ ഫാൻ അല്ലെന്ന്. അത് കടിച്ച് നോയാണെങ്കിൽ ഐസ്ക്രീം എടുക്കാനായിട്ട് പോകുന്നു. ഐസ്ക്രീം എടുക്കുന്ന സമയം ഇന്ന് ടീറാക്കിനോട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ടീറാക്കിനോട് ഫീലിങ്സ് ഉണ്ടെന്ന് പറയുന്നു. ഇന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ പാവ ഫാ വരികയാണ്. അത് കേൾക്കുന്ന അവന് നല്ല വിഷമമാകുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഇത് പെട്ടെന്ന് തുടങ്ങിയതൊന്നും അല്ല, ഫ്രഷേഴ്സ് ആയിരുന്ന
സമയത്തെ തുടങ്ങിയതാണെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷമുള്ള ഒന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഫാ അവിടെ നിന്നും പോവുകയാണ്. ടീറാക്കാണെങ്കിൽ ഉടനെ തന്നെ അവനോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പം ഇന്ന് പറയുന്നുണ്ട് എനിക്കത് അറിയാം, ഞാൻ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല, നിന്നോട് എനിക്ക് എങ്ങനെയാണ് ഫീൽ ആകുന്നതെന്ന് ജസ്റ്റ് നിന്നോട് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളെന്ന്. അതിനുശേഷം ഫായാണെങ്കിൽ ടീറാക്ക് ഐസ്ക്രീം കഴിക്കുന്നത് തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് നോയും വരെയാണ്. ഇന്നിനെ കാണിക്കാനായിട്ട് തന്നെ ടീറാക്കിൻ്റെ കവിളിലേക്ക് ഫാ കിസ് ചെയ്യാണ്. ഇന്നിനാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് ഫാ മനഃപൂർവ്വം ചെയ്യണതാണെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ഇന്നിനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിക്കുന്നുമുണ്ട്. ഇന്നാണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ തിരിച്ചും ചിരിക്കുകയാണ്. ടീറാക്കാണെങ്കിൽ ഫായ നോക്കുമ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിനെ നോക്കി ഇളിച്ച് കാണിക്കുകയാണ്. അതിനുശേഷം പോകുന്ന വഴി ടീറാക്ക് ഫായയുടെ അടുത്തേക്ക് കുടയുമായി ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, മഴ പെയ്യുകയല്ലേ, നീ എന്താ കുടയിൽ കയറി വരാത്തത്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയുന്നു. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ നിൻ്റെ ആ ഫ്രണ്ട് ഇല്ലേ, അവന് നിന്നെ ഇഷ്ടമാണല്ലേ എന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, ഫാ നീ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കേട്ടായിരുന്നല്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് അത് കേട്ടതെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ശരിയാ അവൻ എന്നെ ഇഷ്ടമാണ്, പക്ഷേ അവൻ എന്നോട് പറഞ്ഞിരുന്നു നമ്മളൊരു അഡോറബിളായ കപ്പിളാണെന്ന്. അപ്പോഴാണ് ടീറാക്ക് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് കാണിക്കുന്നത്. ഇന്ന് ചോദിക്കുന്നുണ്ട്, നിന്നെ നല്ലതുപോലെയാണോ മൂൺഫ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നുണ്ട് അതേന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല അഡോറബിളായ കപ്പിളാണെന്ന്. അത് കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ സന്തോഷത്തോടെ അവനോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ ടീറാക്ക് പറയുന്നുണ്ട്, ഒരു പക്ഷേ നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഫാ നിനക്ക് എന്നോട് അത് പറയാവുന്നതാണെന്ന്. അത് കേട്ട ഫാ പറയുന്നു, എനിക്ക് അൺകംഫർട്ടബിൾ ആകുന്നതൊന്നും അല്ല, ആക്ച്വലി എനിക്ക് ജെലസ് ആണെന്ന്. അത് കേട്ട ടീറാക്കാണെങ്കിൽ ഫായുടെ കവിളിലും നെറ്റിയിലും ഒരുമിച്ച് 2-3 കിസ് കൊടുത്തിട്ട് ഇപ്പോൾ നീ ഓക്കെ ആയോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഫായുടെ മുഖത്ത് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവൻ പറയണേ, എൻ്റെ ബോയ് ഫ്രണ്ട് ഇത്രയും ക്യൂട്ടായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ജെലസ് ആകാതിരിക്കാൻ പറ്റുന്നതെന്ന്. അത് കേട്ട ടീറാക്കാണെങ്കിൽ ആ ശരി, എനിക്ക് പിന്നെ അറിയാം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഹോട്ടാണെന്ന്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്രയും ജെലസ് ആയതെന്ന്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നമുക്കതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഫാ പറയുന്നു, എനിക്ക് മനസ്സിലായി, പിന്നെ എനിക്ക് അതറിയണം, ഞാനാണോ ഇന്നാണോ ഏറ്റവും ഹോട്ടെന്ന്. അത് കേട്ട് ചിരിച്ചിട്ട് ടീറാക്ക് പറയുന്നു, നീ തന്നെയാ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നീ ജെലസ് ആകുന്നത്, അത് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. അത് കേട്ട ഫായാണെങ്കിൽ ഞാൻ എൻ്റെ ബേബിയെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ടീറാക്കിനെ കിസ് ചെയ്യണം. പിറ്റേന്ന് ടീറാക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്ന സമയം ലീ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ടായിരുന്നല്ലോ ഫാ നിന്നെ കാരണം ജെലസായെന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നു, അത് ശരിയാണെന്ന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ടൈപ്പും ജോയി ആണെങ്കിൽ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് ടേബിളിന് മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ്. അത് കണ്ട ലീ പറയുന്നു, ഒരുപക്ഷെ നിങ്ങൾ അത്ര ക്യൂരിയസ് ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ലീ പറയേണ്ട താമസം ജോയി പറയുന്നു, പറയടാ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് കേട്ട ലീ പറയുന്നു, അവൻ എന്നോട് പറഞ്ഞായിരുന്നു നിന്നെ ആരോ ഫ്ലേർട്ട് ചെയ്യുന്നെന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നു, അത് പിന്നെ ഇന്നാണെന്ന്. അത് കേട്ട് ജോയിൻ ടൈപ്പ് ഒരുമിച്ച് ചോദിക്കുന്നു എന്തോന്നെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അത് പിന്നെ ഞങ്ങൾ കഫേയിൽ വെച്ച് അവരെ കണ്ടായിരുന്നു, അപ്പോഴാണ് അവൻ എന്നോട് അവൻ്റെ ഫീലിങ്സ് കൺഫസ് ചെയ്തതെന്ന്. അപ്പോൾ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, ഫാ ഇപ്പോൾ എങ്ങനെയുണ്ട്, അവന് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ ഇന്നിനോട് എനിക്ക് റിലേഷൻഷിപ്പുള്ള കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഫാക്കാണെങ്കിൽ ജെലസ് ആണ്, ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി സംസാരിച്ച് ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയെന്ന്. അത് കേട്ടോണ്ടിരിക്കുന്ന ജോയി ആണെങ്കിൽ പെട്ടെന്ന് സന്തോഷത്തിൽ ടൈപ്പിൻ്റെ കയ്യിൽ 2-3 അടി അടിക്കുകയാണ്. ടൈപ്പ് ആണെങ്കിൽ അവളെ കൈ പിടിച്ച് മാറ്റിയിട്ട് നീ എന്തിനാടി അതിന് എൻ്റെ കയ്യിൽ അടിക്കുന്നത് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ടൈപ്പ് പറയുന്നുണ്ട്, ഫാ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന്. അപ്പോൾ ജോയി പറയുന്നു, ശരിയായി എനിക്ക് അവനെ പോലൊരു ബോയ് ഫ്രണ്ടിനെ വേണമെന്ന്. അപ്പോൾ ടൈപ്പ് പറയുന്നുണ്ട്, നീ അവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പോടായെന്ന്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയം ടീറാക്കാണെങ്കിൽ ഫാ സ്ട്രെസ്ഡ് ആയിരിക്കുന്നത് കണ്ടിട്ട് നീ ഇപ്പം നല്ല സ്ട്രെസ്ഡ് ആണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടീറാക്കിനോട് ഫാ പറയുന്നു, അത് പിന്നെ എനിക്ക് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാനുണ്ട്, നീ വറിയൊന്നും ആകണ്ടെന്നും പറയുന്നു. അത് കേട്ട ടീറാക്കാണെങ്കിൽ ഉമ്മെന്ന് പറഞ്ഞിട്ട് ഫായെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം ഫാ പറയുന്നുണ്ട്, ടീറാക്ക് എപ്പോഴാണോ എൻ്റെ മൂവി റിലീസാകുന്നത് നീ എന്തായാലും അത് വന്ന് കാണണമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നുണ്ട്, ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും വരുമെന്ന്. എന്നിട്ട് ടീറാക്കാണെങ്കിൽ അവൻ്റെ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആകാനായിട്ട് ഒരു ട്രിപ്പ് പോകാമെന്നും പറയുന്നു. അപ്പോൾ ഫായാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി കൈകോർത്ത് നടന്നു പോവുകയാണ്. അവിടെ ജെയ് നടന്നു പോകുന്ന സമയത്ത് ഒരു പയ്യൻ അവിടേക്ക് വന്നിട്ട്, ഞാൻ നിനക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, എന്താ നീ ആൻസർ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. അപ്പം ജെയ് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ലീ അവിടേക്ക് വന്നിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, ജെയ് എൻ്റെ ആളാണെന്ന്. അത് കണ്ട് ആ പയ്യനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ്. അവൻ പോയതിന് ശേഷം ജെയ് പറയുന്നുണ്ട് ലീയോട്, ഇന്ന് നിന്നെ കാണാൻ നല്ല നൈസ് ആയിട്ടുണ്ടെന്ന്. അത് കേട്ട ലീ ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് നൈസോ, ഞാൻ അവനേക്കാൾ നൈസ് അല്ലേ എന്ന്.
അങ്ങനെ ജയ് പറയുന്നു അതേന്ന്. അപ്പം ലീ ജയ് പറയുന്നതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, എന്നാലും നീ നല്ല ക്യൂട്ടാണെന്ന്. അത് കേട്ട ജയ് പറയുന്നു ഞാൻ എല്ലാ ദിവസവും ക്യൂട്ടാണെന്ന്. അപ്പം ലീ പറയുന്നു അത് ശരിയാ, നീ എപ്പോഴും ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് പോയി നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറയുന്നു. അപ്പം ജയ് അത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്കെങ്ങനെ അറിയാം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അത് കേട്ട ലീ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയവും ജയ് അത് തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ അറിയാം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ലീ പറയുന്നു അത് സീക്രട്ട് ആണെന്ന്. അതിനുശേഷം ലീ ഒരുപാട് പ്രോൺസ് പീൽ ചെയ്യുന്നത് കണ്ടിട്ട് ജയ് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഒരുപാട് പ്രോൺസ് പീൽ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് ഇത്ര മതിയാകുമെന്ന്. അത് കേട്ട ലീ പറയുന്നു ഞാനിത് പീൽ ചെയ്ത് തീർന്നിട്ടില്ല, 18, 19, 20 എന്ന് പറഞ്ഞിട്ട് ഇതാണ് അവസാനത്തെ എന്ന് പറയുന്നു. അപ്പം ഇത് കേട്ട ജയ് ചോദിക്കുന്നുണ്ട് അല്ല എന്താ 21 എന്ന്. അത് കേട്ട ലീ പറയുന്നു അത് നിന്റെ ഏജ് ആണെന്ന്. അപ്പം ജയ് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ഉമ്മെന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട് ലീ സോറി റീസെൻ്റ്ലി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നത് കൊണ്ടാണെന്ന്. അപ്പം ലീ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, പിന്നെ നിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാ കമൻറ്റിലൂടെയൊക്കെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവസാനം അവരെൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ നിന്നെ കൊണ്ടുപോകുമോ, അതുപോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രോൺസ് പീൽ ചെയ്ത് തരുന്നത് പോലെ ആരെ കൊണ്ടും കഴിയില്ല എന്ന്. അത് കേട്ട് ജയ് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് എനിക്ക് വേണ്ട മറ്റൊരു ഗിഫ്റ്റ് പറയട്ടെ എന്ന്. അത് കേട്ട ലീ പറയുന്നു ഓഫ് കോഴ്സ് നീ പറയുന്നു. അപ്പം ജയ് പറയുന്നു അത് പിന്നെ എനിക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഫ്രണ്ട്സിനേക്കാൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെന്ന്. അത് കേട്ട ലീക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അപ്പം അവൻ പറയാണ് അയ്യോ എൻ്റെ ഹാർട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്, നിനക്ക് വിശ്വാസമായില്ലെന്ന് എനിക്ക് തോന്നുന്നു, നീ തന്നെ വെച്ച് നോക്കെന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ജയുടെ കൈ പിടിച്ച് വെക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അയ്യോ ഞാൻ എൻ്റെ കൈ ക്ലീൻ ചെയ്തില്ലായിരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ ജയുടെ കയ്യിലൊരു കിസ്സും കൊടുക്കുന്നുണ്ട് ലീ. ജയ് ആണെങ്കിൽ നല്ല ഷൈ ആകുകയാണ്. രാത്രി ടീറാക്കും ഫായും കൂടി എവിടെ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ടീറാക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് പറയാണ്. അപ്പോൾ ഫാ പറയുന്നുണ്ട് നീ എന്ത് ഡിസൈഡ് ചെയ്താലും എനിക്കത് ഓക്കെ ആണെന്ന്. പിറ്റേന്ന് റിയോ വർക്ക് ചെയ്യുന്ന സമയം അവനെ യാമെന്ന് പറയുന്ന ഒരു പെണ്ണ് കോൾ ചെയ്യുന്നു. അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇപ്പോൾ വിളിച്ചതെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു നെക്സ്റ്റ് മന്ത് 8th നീ റീയൂണിയൻ പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, കാരണം ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ ഫിലിം സ്ക്രീനിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ വീക്ക് ഞാൻ ബിസി ആയിരിക്കുമെന്ന്. അത് കേട്ട് അവൾ ചോദിക്കുന്നുണ്ട് എപ്പോഴും അത് നടക്കുന്നത്, എന്നെ നീ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ എന്ന്. അത് കേട്ട് അവനാണെങ്കിൽ ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു 15th തീയതിയാണെന്ന്. അങ്ങനെ അവൾ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സിയോ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണ്. റിയോ ആണെങ്കിൽ അവൾ കോൾ കട്ട് ചെയ്ത ഉടനെ ഹിയയെ കോൾ ചെയ്യണേ. ഈ സമയം തന്നെ ഹിയ ഡോർ ഓപ്പൺ ചെയ്ത് അവിടേക്ക് വരേണ്. റിയോ ഒരുമാതിരി മുഖമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഹിയ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന്. അത് കേട്ട റിയോ ചോദിക്കുന്നു എന്താ നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന്. അപ്പം ഹിയ പറയുന്നു നീ കോൾ ചെയ്തപ്പോൾ ഞാൻ ഡോർ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു, അതാ അറ്റൻഡ് ചെയ്യാത്തത്, വാ കഴിക്കെന്ന് പറഞ്ഞിട്ട് ഫുഡ് കാണിക്കുന്നു. ഈ സമയം റിയോ ഹിയയെ അവൻ്റെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കിസ് ചെയ്യുന്നു. അപ്പം ഹിയ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അത് കേട്ട റിയോ പറയുന്നു നീയല്ലേ പറഞ്ഞത് കഴിക്കാനെന്ന്. അത് കേട്ട ഹിയ പറയുന്നു ഞാൻ നൂഡിൽസിനെ പറ്റിയാ പറഞ്ഞത്, അല്ലാതെ എൻ്റെ ലിപ്പിനെ പറ്റിയല്ലെന്ന്. റിയോയാണെങ്കിൽ ഹിയ എന്തൊക്കെ പറഞ്ഞിട്ട് അവനെ വിടുന്നത് പോലെയൊന്നും ഇല്ല, അവനെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തിയാണ്. അവിടെ ടീറാക്കാണെങ്കിൽ ട്രിപ്പിന് വേണ്ട മാപ്പ് ക്രിയേറ്റ് ചെയ്തത് ഫായെ കാണിക്കുകയാണ്. ഫായ്ക്കാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ടീറാക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഹോട്ടലിലെ സ്റ്റാഫ് പറയുന്നു എല്ലാ റൂമും ബുക്ക്ഡ് ആണെന്ന്. അപ്പം നെക്സ്റ്റ് മന്തിലോ എന്ന് ചോദിക്കുമ്പോൾ അന്നും അതുപോലെ തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് വീക്ക് ഡേയിൽ എന്തെങ്കിലും ആണെങ്കിൽ റൂം അവൈലബിൾ ആയിരിക്കുമെന്ന്. അപ്പോൾ അവർക്ക് വീക്കെൻഡിലേ പറ്റുള്ളൂ, അതുകൊണ്ട് അവൻ ശരിയെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണ്. അപ്പോൾ ഫായ്ക്ക് മനസ്സിലാകുന്നുണ്ട് ടീറാക്കിന് നല്ല വിഷമമായെന്നത്. അങ്ങനെ ഫാ പറയുന്നുണ്ട് വിഷമിക്കണ്ട, നമുക്ക് എവിടേക്കും പോകണ്ട, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ടീറാക്കിൻ്റെ മടിയിൽ ഫാ കിടക്കുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നുണ്ട് അങ്ങനെ അല്ലടാ, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റുള്ളൂ. അത് കേട്ട ഫാ പറയുന്നു ആരാ പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നീ എന്നെ എന്ത് നല്ലതുപോലെയാണ് കെയർ ചെയ്യുന്നത്, താങ്ക് യു ടീറാക്ക് എന്നെ ഇത്രയും കെയർ ചെയ്യുന്നതിനെന്ന്. അത് കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ ഫായുടെ നെറ്റിയിൽ കിസ് ചെയ്യുന്നു. അതിനുശേഷം ഫാ എണീറ്റിട്ട് നീ ഒരു ലവ്ലി പാർട്ണറാണെന്ന് പറഞ്ഞിട്ട് ടീറാക്കിൻ്റെ കവിളിൽ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം ടീറാക്കും തിരിച്ചവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തോടെ കുക്ക് ചെയ്യുകയാണ്. കഴിക്കുന്ന സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുക്കുകയോ അതുപോലെ കോരി കൊടുക്കാനായിട്ട് പോയിട്ട് സ്വന്തമായിട്ട് കഴിക്കുക, അങ്ങനെ നല്ല ജോളിയായിട്ടാണ് പോകുന്നത്. അതിനുശേഷം ടീറാക്കിനോട് ഫാ ചോദിക്കും
ചോദിക്കുന്നുണ്ട് ടീറാക്ക് നീ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുമോ എന്ന്. അപ്പോൾ ടീറാക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു ആ ഓക്കെ നിൽക്കാമെന്ന്. രാത്രി ടീറാക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഫായുടെ ഫോണിൽ ഒരു കോൾ വരുന്നു. അപ്പോൾ ടീറാക്ക് ഫായോട് പറയുന്നുണ്ട് ഫാ നിന്നെ ആരോ വിളിക്കുന്നെന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നുണ്ട് ടീറാക്ക് നിനക്കതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിയോയെ യാമെന്ന് പറയുന്ന ഒരു പെണ്ണ് വിളിച്ചില്ലായിരുന്നു, ആ പെണ്ണ് തന്നെയാണ് ഫായയും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടീറാക്ക് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇത് ലീ ആണോ ഡാ ഞാൻ യാമാണെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ലീ അല്ലെന്ന്. ഈ സമയം തന്നെ അവിടേക്ക് ഫാ വരെയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഫായുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നു. യാമെന്ന പേര് കേൾക്കുമ്പോഴേ ഫായുടെ മുഖത്ത് സന്തോഷമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ടീറാക്ക് ആക്ഷൻ കാണിച്ച് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന്. അത് കേട്ട ഫായാണെങ്കിൽ ഫോൺ സ്പീക്കറിലിട്ടിട്ട് ടീറാക്കിൻ്റെ അടുത്തിരുന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങിയാണ്. ഫായ റീയൂണിയൻ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് അവൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാ പറയുന്നു ഞാൻ ബിസിയാണ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ റിയോ ചെയ്യുന്ന വർക്ക് കാരണമാണോ ബിസി ആയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ എന്ന്. അപ്പോൾ അവൾ പറയുന്നു ഞാൻ എന്തായാലും നിങ്ങൾ ഫിനിഷ് ചെയ്ത പ്രോജക്റ്റ് കാണാനായിട്ട് വരുന്നുണ്ട്. ഫാ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്നു നീ നിൻ്റെ എക്സ് ലവറിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുമ്പോഴാണ് ടീറാക്കിന് മനസ്സിലാകുന്നത് ഈ യാമെന്ന് പറയുന്ന പെണ്ണ് ഫായുടെ എക്സ് ആണെന്ന്. ഇത് കേട്ട് വിഷമം വന്ന അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണ്. ഫായ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. അവനും പെട്ടെന്ന് തന്നെ വിഷമത്തോടെ കോള് കട്ട് ചെയ്യാണ്. ടീറാക്കാണെങ്കിൽ പുറത്ത് പോയിട്ട് മൈൻഡ് റിലാക്സ് ആക്കാനായിട്ട് എന്തൊക്കെയോ എക്സസൈസ് ഒക്കെ ചെയ്യാണ്. ഈ സമയത്ത് അവിടേക്ക് ഫാ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ടീറാക്ക് നീ എന്നോട് ദേഷ്യത്തിലാണോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു എന്തോ എനിക്ക് ബേർഡായിട്ട് ഫീൽ ആകുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പം ടീറാക്കിനോട് ഫാ ചോദിക്കുന്നു അല്ല നിനക്ക് എന്താ ഫീൽ ആകുന്നതെന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നു അത് പിന്നെ ഞാൻ പോസസീവ് ആവുകയാണെന്ന്. അപ്പോൾ ഫാ പറയുന്നുണ്ട് താങ്ക് യു ടീറാക്ക് നീ എന്നോട് ഇങ്ങനെ ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിനെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നിനക്കത് ഓർമ്മയുണ്ടോ ഒരു തവണ നീ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നു ശരിയാ ഞാൻ നിന്നോട് ചൈൽഡിഷ് ആയിട്ട് ആക്ട് ചെയ്യുന്നതൊന്നും അല്ലെന്ന്. അത് കേട്ട ഫാ പറയുന്നു അത് കുഴപ്പമില്ല, പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ആകുന്നതെന്ന്. ഇതുപോലെ ഫീൽ ആകുന്നതൊക്കെ നാച്ചുറലാണ്. അതുപോലെ ഞാൻ നിനക്ക് പ്രോമിസ് ഞാൻ എപ്പോഴും നിൻ്റേതായിരിക്കുമെന്ന്. അത് കേട്ട ടീറാക്കിൻ്റെ മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ വന്നിട്ട് അവൻ പറയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ദിവസം നിനക്ക് എന്താണ് ഫീൽ ആയതെന്ന്. ഇന്നിനോട് തോന്നിയ സെയിം കാര്യം തന്നെയാണ് എനിക്ക് യാമിനെ കുറിച്ചും തോന്നിയത്, അതും അവളെപ്പറ്റി എനിക്ക് ഒന്നും അറിയത്ത് പോലും ഇല്ലെന്ന്. അപ്പോൾ ഫാ ടീറാക്കിൻ്റെ തലമുടിയിൽ തടവിയിട്ട് പറയുന്നു അത് ശരിയാണ്, ഒരിക്കലും ഞാൻ അവളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് കുറേ കാലമായിരുന്നു. അത് കേട്ട ടീറാക്ക് പറയുന്നു ആ ശരി, പക്ഷേ നിന്നെ അവളിപ്പോൾ റീയൂണിയൻ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നുണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തു അവളെ ക്ഷണിച്ചെങ്കിലും ഞാൻ പോകുന്നില്ലെന്ന്. അത് കേട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് പോകണമെന്നുണ്ടോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു നിന്നെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, എനിക്ക് നിന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ആ ശരി, പിന്നെ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്നും പറയുന്നു. അത് കേട്ട ഫാ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ എന്ന്. അപ്പോൾ ടീറാക്ക് പെട്ടെന്ന് ചിരിച്ചിട്ട് പറയുന്നു അങ്ങനെയൊന്നും അല്ല, എനിക്ക് എൻ്റെ അസൈൻമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യണം, ഇവിടെ ഇരുന്നാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു എന്നാൽ ശരി ഞാൻ തന്നെ നിന്നെ നാളെ വീട്ടിലേക്ക് കൊണ്ടാക്കാം, പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഹഗ് തരുമോ എന്നും ചോദിക്കുന്നു. അത് കേട്ട ടീറാക്കാണെങ്കിൽ ഫായെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.